ഇന്ന് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ചന മസാലയാണ്. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് ചന മസാല വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് കൊപ്ര കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. കൊപ്ര ഇല്ലെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഇനി അതിലേക്ക് ഒരു പിടി നിലക്കടല വറുത്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് കസ്കസും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതിനെ ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി അതിലേക്ക് നമ്മൾ 4-5 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ കൂടെ 2 തക്കാളി പീസാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ അരച്ചെടുക്കുക. പിന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക, അല്ലെങ്കിൽ അടി കനമുള്ള ഏത് പാത്രമായാലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കുക കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. നല്ല ജീരകമാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്, കുമിൻ സീഡ്. പിന്നെ ഇതാ 1 കപ്പ് സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സവാള ഒന്ന് പിങ്ക് കളർ ആവുന്ന വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അധികം അങ്ങനെ ബ്രൗൺ ഒന്നും ആയി പോവണ്ട, ഒരുവിധം ഒന്ന് വാടി വന്നാൽ തന്നെ മതിയാവും കേട്ടോ. 2 മിനിറ്റൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് സവാളയൊക്കെ അതുപോലെ ഒന്ന് വഴന്ന് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് പൊടികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാ മസാലകളും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ മസാല അരച്ചത് പച്ചയാണല്ലോ അരച്ചിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്ന വരെ 2 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തന്നെ അതിൻ്റെ എല്ലാ പച്ച സ്മെല്ലുകളും മാറിയിട്ടുണ്ടാവും. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളവും കൂടി ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തലേ ദിവസം തന്നെ വെള്ളക്കടലയൊക്കെ കുതിർത്ത് വെച്ച ശേഷം നമ്മൾ കുക്കറിലിട്ടിട്ട് ഞാൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വേവിച്ച് വെച്ച കടല ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഗ്രേവി നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇനി നമുക്കതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് അടപ്പ് കൊണ്ട് അടച്ച ശേഷം 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നമ്മൾ വേവിക്കുവാണ്. ഇനി പൂരി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് മാവ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഇതാ 1/2 ടീസ്പൂണ് ജീരകം കേട്ടോ, അത് വറുത്ത് പൊടിച്ച് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഗ്യാസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യമുള്ള വെള്ളവും ചേർത്തിട്ട് നല്ല കട്ടിയായിട്ടുള്ള മാവായിട്ട് വേണം നമ്മൾ പൂരിക്ക് കുഴയ്ക്കാനായിട്ട്. ചപ്പാത്തീൻ്റെ അത്ര ലൂസാക്കേണ്ട ആവശ്യമില്ല. ചന്ന മസാല റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് കസൂരി മേത്തി നമുക്ക് ഇതാ കയ്യിൽ ഇതുപോലെ അങ്ങ് എടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചന്ന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. നമുക്കിനി പൂരി ഉണ്ടാക്കാനുള്ള എണ്ണ അടുപ്പത്തിലേക്ക് വെച്ച് കൊടുക്കാം. പൂരി ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അങ്ങനെ ഇതാ പൂരിക്കുള്ള മാവ് ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിയിലാണ് കേട്ടോ പൂരിയുടെ മാവ് ഞാൻ കുഴയ്ക്കുന്നത്. ഇങ്ങനെ കുഴയ്ക്കുന്നത് കൊണ്ട് 2 കാര്യമുണ്ട്. ഒന്ന്, അധികം എണ്ണയും കുടിക്കില്ല. പിന്നെ ആറിപ്പോയാൽ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ പൂരി ഉണ്ടാവും. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയിട്ട് കട്ടിയുള്ള മാവായിട്ട് നമ്മൾ കുഴച്ച കാരണം പൂരി പരത്തുമ്പോൾ അധികം പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് കാരണം എണ്ണയിലും അധികം പൊടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമ്മൾ ഇതാ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഈ പൂരിയൊക്കെ ഇട്ടിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്ക് അതിനെ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. പൂരിയുടെ മാവ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അത് ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെ ഒന്നുകൂടി ഒന്ന് താത്തി കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ടുള്ള ബുഷി ആയിട്ടുള്ള പൂരിയായിട്ട് വരും.
ഇനി 1 മിനിറ്റ് ഇങ്ങനെ വെച്ച ശേഷം നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറായിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവുകൾ കൂടെ നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അധികം എണ്ണ കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചന്ന മസാലയും. അടിപൊളിയല്ലേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? അങ്ങനെ ഇതാ നമ്മൾ ചൂടോടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്